യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരിടമാണിവിടെ. നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമാണിവിടെ. ദൈവപ്രവർത്തികൾ അനുഭവമാകുന്ന സ്ഥലമാണ്. പലപ്പോഴും പറയുന്നൊരു വാക്ക് വെളിച്ചമായി മാറുന്ന സ്ഥലമാണ്. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ താക്കോൽ, വാഹനത്തിൻ്റെ താക്കോൽ ഒന്ന് കയ്യിലൊന്ന് പിടിച്ച് പ്രാർത്ഥിക്കുക. ഭവനത്തിൻ്റെ താക്കോൽ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ താക്കോൽ ഇതൊക്കെ കയ്യിലിരിക്കട്ടെ, ഒന്ന് പ്രാർത്ഥിക്കുവാണ്. ഭവനത്തിൻ്റെ താക്കോൽ, ആ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ. വാഹനത്തിൻ്റെ താക്കോൽ, ആ വാഹനം അപകടങ്ങൾ കൂടാതെ യാത്ര ചെയ്യാൻ, സുരക്ഷിതരായിരിക്കാൻ. ഒക്കെ ഒത്തിരി അപകടങ്ങൾ, ഒത്തിരി അസ്വസ്ഥതകളൊക്കെ നടക്കുമ്പോൾ അങ്ങനെയൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഒരു വിശ്വാസം, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ വീടിനെ, ഞങ്ങളുടെ വീട്ടിലുള്ളവരെ, ആ വീടിരിക്കുന്ന സ്ഥലത്തെ, ആ വീടിൻ്റെ താക്കോൽ, ഞങ്ങളുടെ വാഹനം, ആ വാഹനത്തിൻ്റെ താക്കോൽ, ഇതെല്ലാം ഞങ്ങൾ എന്നും ഇടപെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ സഹായവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. കർത്താവേ, വീടുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിനകത്ത് സ്നേഹവും ഐക്യവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചേർന്ന് നിൽക്കേണ്ടവർ അകന്നു നിൽക്കുന്ന വിഷമത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തെ സമാധാനത്തിൽ സൂക്ഷിക്കണമേ. സമാധാനമുള്ളൊരു ഭവനം അത് ഏറ്റവും വലിയ സമ്പത്താണ്. സമാധാനമുള്ള, വഴക്കില്ലാത്ത, സമാധാനത്തോടെ ജീവിക്കുന്നൊരു അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ തരണമേ. അപ്പനും അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടാക്കി ദേഷ്യപ്പെട്ട് ചെതറി ചീത്ത പറയുന്നൊരു വീടല്ല. പരസ്പര ഐക്യത്തിൽ, സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന കുടുംബം സമ്മാനിക്കണമേ. കുടുംബത്തെ സാക്ഷിയാക്കണമേ. കുടുംബത്തിൽ ഭാഗ്യമുള്ള, ദൈവാനുഗ്രഹമുള്ള കാര്യം ഭവനത്തിൽ നടക്കാൻ, വിവാഹം നടക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ ഭവനങ്ങളിൽ നടക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ചിലപ്പോൾ നല്ലൊരു വീടില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വാടക വീട്ടിൽ കിടക്കുമ്പോൾ ഒരു വീട് തരണേന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വീട് പണി തുടങ്ങിയവരുണ്ട്. പകുതി വഴിക്ക് എത്തി നിൽക്കുന്നവരുണ്ട്. അത് തീർക്കാൻ എന്ത് ചെയ്യും, സാമ്പത്തികമില്ലല്ലോ എന്നോർക്കുന്നവർ. വീട് വിൽക്കാൻ നോക്കുന്നവരുണ്ട്. സ്ഥലം വിൽക്കാൻ നോക്കുന്നവരുണ്ട്. മേടിക്കാൻ നോക്കുന്നവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ PR വേണ്ടി അപേക്ഷിക്കുന്നവരുണ്ട്. വിസ പ്രശ്നമുള്ളവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇടപെടും, ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നമുക്കിന്ന് കേൾക്കാം ഈ വചനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഏലിയ നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്തിനാ നമ്മെപ്പോലെ? ഏലിയ നമ്മളെപ്പോലെയുള്ള ഒരാളായിരുന്നു എന്ന്. അപ്പം നമ്മളെപ്പോലെയുള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന, പിണങ്ങുന്ന, ഡൗണാകുന്ന, പെട്ടെന്ന് ചിരിക്കുന്ന, നമുക്കെല്ലാം മാനുഷികമായ കുറേ പ്രത്യേകതകളുണ്ടല്ലോ. ഏലിയായും നമ്മളെപ്പോലെയുള്ള സ്വഭാവമൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്ന്. നമ്മളെപ്പോലൊരു മനുഷ്യനായിരുന്നു. ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. എന്നാൽ മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. മഴ പെയ്യാതിരിക്കാൻ. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. എങ്ങനെ പ്രാർത്ഥിച്ചു? തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. പ്രാർത്ഥനയ്ക്ക് നന്മകൾ ഉണ്ടാകും. ഇത് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും
ഭൂമി മഴയെ പെയ്തില്ല. 18-ാമത്തെ വാക്യം, വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ആകാശം തുറന്നു, മഴ പെയ്തു, ഭൂമി ഫലങ്ങൾ കായ്ച്ചു. ഞാനിങ്ങനെ ഓർക്കുന്നൊരു കാര്യം, ഇന്നും ഇത് നടക്കാറുണ്ട്, ഇവിടെയും നടന്നിട്ടുണ്ട്. എന്നറിയോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ ആ പ്രതിസന്ധി ഉണ്ടാകല്ലേ, ആ പ്രതിസന്ധി മാറിപ്പോകണമേ, ആ പ്രതിസന്ധിയെ താങ്ങാനൊരു ശക്തി എനിക്കില്ല, നമ്മൾ ചിലതൊക്കെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കില്ലേ? തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു 3 വർഷം മഴ പെയ്തില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വരാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവാന്നിരിക്കട്ടെ, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കും ഒരു ദോഷം വരല്ലേ, ഒരു അനർത്ഥവും വരല്ലേ, ഒരു രോഗവും വരല്ലേ, ദീർഘായുസ് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചേ. ദൈവം അതുപോലെ നമ്മുടെ കുടുംബത്തെ സഹായിക്കും. മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു, ഉടനെ ആകാശം തുറന്നു, മഴ പെയ്തു, ഫലങ്ങൾ കായ്ച്ചു. ഞങ്ങൾ ഈ ആലയവുമായി ബന്ധപ്പെട്ട് പറയാം, ഞങ്ങളിതിന് സാക്ഷികളാണ്. മഴ പെയ്യാതിരിക്കുമ്പോൾ ഭൂമി ഉണങ്ങി വരണ്ട് ആകെ വെള്ളമില്ലാതെ മുഴുവൻ ചെടികളും വാടി ഉണങ്ങിപ്പോവും. മഴ പെയ്യാതിരുന്നാൽ, വെള്ളം കിട്ടാതിരുന്നാൽ. ഇതുപോലെ ഈ ആലയത്തിലും ഉണ്ടല്ലോ, ഒരു സമയം വല്ലാതെ ഉണങ്ങിപ്പോയിരുന്നു, വാടിപ്പോയിരുന്നു. ആരും വരാത്തൊരു സാഹചര്യം വന്നു, ഉണങ്ങിയ പോലെ. ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഇപ്പം ഞങ്ങൾ സാക്ഷികളാണ്. ആകാശം തുറന്ന് മഴ പെയ്തതും, ദൈവാനുഗ്രഹം മഴ പോലെ പെയ്തതും, ഫലങ്ങൾ കൊണ്ട് നിറയുന്നത് പോലെ അനുഗ്രഹങ്ങൾ കൊണ്ട് ധാരാളം ആളുകൾ പ്രാർത്ഥന ചോദിച്ച് ആലയത്തിൽ വരാൻ തുടങ്ങിയതും, അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സന്തോഷത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളും ഇതിന് സാക്ഷികളാണ്. ആ വാക്യം ഒന്ന് വായിച്ച് അവസാനത്തെ, അവൻ 18-ാമത്തെ വാക്യം, വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ മൂടിക്കിടന്ന ആകാശം ദൈവം അതിനെ തുറന്ന് മഴ പെയ്ച്ചു. മഴ പെയ്തെന്നാണോ? ഭൂമി ചെടികളെ മുളപ്പിച്ചു എന്നല്ല, ഫലങ്ങൾ പുറപ്പെടുവിച്ചു. അപ്പോൾ എന്തു നല്ല മഴയാണ് പെയ്തത്! ചാറ്റൽ മഴയൊന്നുമല്ല പെയ്തത്, ഭൂമി ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇത് 1-ാമത്തെ കാര്യമാണ്. എന്തേലും ഒരു നിയോഗത്തിലാണോ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തെ ദൈവം ശക്തമായി ഏറ്റെടുക്കും. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഏതു കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കരം ഉയർന്നു വരും. ദൈവത്തിൻ്റെ ശക്തി ആ വ്യക്തി അനുഭവിക്കും. നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ? എൻ്റെ മകൻ, എൻ്റെ മകൾ ഇന്ന രാജ്യത്താണ്, ജോലിയൊന്നും ശരിയായില്ല, PR ഒന്നും കിട്ടിയില്ല, എന്തു ചെയ്യും എന്നാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ശക്തമായി പ്രാർത്ഥിച്ചോ. ഞങ്ങളും ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മഴ പെയ്തതുപോലെ, ആകാശം തുറന്ന് മഴ പെയ്ത് ഭൂമി ഫലം നിറഞ്ഞതുപോലെ അവിടെ ഒരു സന്തോഷത്തിൻ്റെ കാര്യം നടക്കും. സന്തോഷമുള്ളൊരു കാര്യം നടക്കും. ദൈവമേ, സാമ്പത്തിക പ്രതിസന്ധി എന്നാ ചെയ്യും, ആ പൈസ എങ്ങനെ കൊടുക്കും, ആ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളോട് വന്ന് വഴക്കുണ്ടാക്കില്ലേ, എന്തു ചെയ്യും, ജപ്തി ചെയ്യുവോ? പ്രാർത്ഥിക്ക്. നിങ്ങളുടെ കൂടെ ഞങ്ങളും പ്രാർത്ഥിക്കാം. കർത്താവേ, ഭൂമി ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞതുപോലെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ഉയരണമേ. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലത്തെ ഞങ്ങളിവിടുന്ന് വചനം പ്രഘോഷിക്കുമ്പോഴേ ഞങ്ങളതിൻ്റെ സാക്ഷികളാണ്. ഉണങ്ങി വരണ്ട അനുഭവം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആരുമില്ലാത്ത, ഒറ്റപ്പെട്ടു പോയ, വാടിപ്പോയ, ക്ഷീണിച്ചു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഥയല്ല, ചുമ്മാ ആളുകൾക്കൊരു വിഷമം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന വാക്കല്ല. അനുഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും മനസ്സാവാച അറിയാത്ത കാര്യങ്ങളിൽ വളരെ വേദന തന്നിട്ടുണ്ട്. പക്ഷെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തുറന്നു തരുന്നത് കണ്ടിട്ടുണ്ട്. ദൈവം അതൊരു മഴ പോലെ പെയ്യിക്കുന്നത് കണ്ടിട്ടുണ്ട്.
ഫലങ്ങൾ കൊണ്ട് നിറയുന്നത് ഞങ്ങളിന്ന് അനുഭവിക്കുന്ന ഇന്നിൻ്റെ സാക്ഷ്യങ്ങളാണ്. ഈ ആലയത്തിലുണ്ടല്ലോ, ഒരു 3/4 മണിക്കൂറോളം സാക്ഷ്യത്തിൻ്റെ സമയം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആളുകളെ പറഞ്ഞു വിടും. എഴുതി തരുന്ന സാക്ഷ്യങ്ങൾ പറയുന്നതിനൊപ്പം ഉണ്ടാവും. 45 പേർ സാക്ഷ്യം പറഞ്ഞാൽ 45 50 പേര് എഴുതി തരും സാക്ഷ്യങ്ങൾ. മാസത്തിലൊന്നല്ല കേട്ടോ, ആഴ്ചയിലൊന്ന്. 100ഓളം പേർ സാക്ഷ്യം പറയാൻ ഇവിടെ വരും, എഴുതിയും പറഞ്ഞുമൊക്കെ. അതെന്നറിയോ? ദൈവം അനുഗ്രഹങ്ങളെ തുറന്ന് മഴ പോലെ പെയ്യിച്ചതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞതിൻ്റെ സാക്ഷ്യമാണ്. ഭൂമി ഫലങ്ങൾ കൊണ്ട് നിറയും, കുടുംബം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും, ആ പ്രാർത്ഥനാലയങ്ങൾ സാക്ഷ്യങ്ങളെ കൊണ്ട് നിറയും, ജീവിതം നന്മകളാൽ നിറയും. ഭൂമി ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു, ഫലങ്ങൾ പുറപ്പെടുവിച്ചു. ഇത് വെള്ളിയാഴ്ച ദിവസമാണ് കേൾക്കുന്നത്. ഒത്തിരി ആളുകൾ ഇനി പ്രാർത്ഥനയിൽ കൂടാൻ വന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടെ കേട്ടെ. ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിച്ചതുപോലെ ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചില നന്മകളെ ദൈവം നിങ്ങൾക്കായി പുറപ്പെടുവിക്കും. ചില നന്മകൾക്ക് തുടക്കമിടും. ഭൂമി ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഒന്നുമില്ലാത്തൊരു സ്ഥലം ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വെറുതെയാകില്ല. അധ്വാനിച്ച അധ്വാനം വെറുതെയാകില്ല. പ്രാർത്ഥിക്കാനായി മുടക്കിയ പണം വെറുതെയാകില്ല. പ്രാർത്ഥിക്കാനായി യാത്ര ചെയ്ത സമയം വെറുതെയാകില്ല. പ്രാർത്ഥിക്കാനായി ഒരു വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് വെറുതെയാകില്ല, നഷ്ടമാകില്ല. അത് ഫലങ്ങൾ കൊണ്ട് നിറയാനിടവരും. ഒരുപക്ഷെ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് ഫലങ്ങൾ കൊണ്ട് നിറയും. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിൽ മഴ പോലെ ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കും, സൗഖ്യത്തിൻ്റെ മഴയെ പെയ്യിക്കും. പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. സാഹചര്യങ്ങളിൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. വാടിപ്പോകരുത്, സങ്കടപ്പെട്ടു പോകല്ലെന്നേ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. കൃത്യസമയത്ത് നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിച്ച് പറഞ്ഞ്, കൃത്യസമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ. ശരീരത്തിൻ്റെ അകവും പുറവും ദൈവമേ അങ്ങ് സൂക്ഷിക്കണമേ. ഒരു രോഗവും വരാതെ സൂക്ഷിക്കണമേ. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഞങ്ങൾക്ക് തരണമേ. നല്ല ബന്ധങ്ങൾ തരണമേ. നല്ല സാമ്പത്തികം നൽകണമേ. നല്ല ജോലി തരണമേ. താമസിക്കാൻ നല്ല ഭവനങ്ങളെ നൽകണമേ. നല്ല സമാധാനം തരണമേ. വിശ്വാസത്തിൽ അടിയുറച്ച് നന്നായി മുന്നോട്ട് പോകാനുള്ള കൃപ തരണമേ. നന്നായി വചനം കേൾക്കാനുള്ള അനുഗ്രഹം തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിൽ നിങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു കൊള്ളാം. നാളെയും 5:30 ഒരുമിച്ച് കാണണം, ഒരുമിച്ച് കേൾക്കണം. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നുണ്ട്. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബമായി വചനം കേൾക്കാൻ സാധിക്കുന്നതിന് നന്ദി. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. നാളെയും ഒരുമിച്ച് 5:30 നമുക്ക്, നാളെ ശനിയാഴ്ചയാണ്, 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.